തിരുവനന്തപുരത്ത് മേയർക്കെതിരെ ബി.ജെ.പി. പ്രതിഷേധം. മേയർ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ബി.ജെ.പി. പ്രതിഷേധമാണ് നടക്കുന്നത്. ജലപീരങ്കി പ്രയോഗിക്കുന്ന പ്രവർത്തകർക്ക് നേരെ ബാരിക്കേഡുകൾ തള്ളിമാറ്റാനുള്ള ശ്രമമാണ് നടന്നത്. കോർപ്പറേഷൻ ഓഫീസിലേക്കാണ് ബി.ജെ.പി. പ്രവർത്തകർ പ്രതിഷേധമായി പോയിരിക്കുന്നത്. പ്രതിഷേധം കോർപ്പറേഷൻ ഓഫീസിലേക്കാണ്. ഇതിപ്പോൾ ജോയിയുടെ മരണവുമായി ബന്ധപ്പെട്ട പ്രതിഷേധമല്ലേ? സ്മൃതി, മലിനജലത്തിൽ മുങ്ങി ജോയി മരണപ്പെട്ട സംഭവം ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ വലിയ പ്രതിഷേധമാണ് നഗരസഭയിലേക്ക് യൂത്ത് കോൺഗ്രസ് അടക്കം മുന്നോട്ട് വച്ചത്. ഇന്നിപ്പോൾ ബി.ജെ.പിയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് നഗരസഭയിലേക്ക് കൗൺസിലർമാരും അതുപോലെ തന്നെ ബി.ജെ.പി. പ്രവർത്തകരും വലിയ പ്രതിഷേധവുമായി എത്തിയത്. ബി.ജെ.പി. നേതാവ് വി മുരളീധരൻ ഈ ഒരു പ്രതിഷേധ പ്രകടനം ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞ ഉടൻ തന്നെ പ്രതിഷേധക്കാർ ചാടി നഗരസഭയ്ക്കുള്ളിലേക്ക് കയറുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. എന്നാൽ പോലീസ് കൃത്യമായി തടയുകയും ജലപീരങ്കി പ്രയോഗിക്കുകയും ചെയ്തു. നിലവിലിപ്പോൾ പ്രതിഷേധക്കാർ ബാരിക്കേഡ് മറിച്ചിടാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. 2 റൗണ്ട് ജലപീരങ്കി പോലീസ് പ്രയോഗിച്ചിട്ടുണ്ട്. പക്ഷേ പ്രതിഷേധക്കാർ പിന്നോട്ട് മാറാൻ തയ്യാറാവുന്നില്ല. വനിതാ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവരാണ് നഗരസഭയ്ക്ക് ഉള്ളിലേക്ക് കടക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്തിയത്. പക്ഷേ അത് വിഫലമായി. പോലീസ് അവരെ തടയുന്ന ഒരു കാഴ്ചയാണ്. കൗൺസിലർമാർ ഉൾപ്പെടെയുള്ളവർ ഈ ഒരു പ്രതിഷേധത്തിന് നേതൃത്വം നൽകുന്നുണ്ട്. പ്രതിഷേധക്കാർ ഇപ്പോഴും വനിതാ പ്രവർത്തകരടക്കം നഗരസഭയ്ക്കുള്ളിലേക്ക് കയറുവാൻ വേണ്ടി ഉള്ള ഒരു ശ്രമം നടക്കുന്നുണ്ട്. വനിതാ പോലീസും അതുപോലെ തന്നെ പുരുഷ പോലീസ് ഉൾപ്പെടെയുള്ളവർ അതിനുള്ള അത് തടയുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് നിലവിൽ ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസവും വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമായിരുന്നു നഗരസഭയ്ക്ക് മുന്നിൽ യൂത്ത് കോൺഗ്രസും യൂത്ത് ലീഗ് അടക്കമുള്ളവർ മുന്നോട്ട് വെച്ചത്. ഇന്നിപ്പോൾ ബി.ജെ.പിയുടെ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കൗൺസിലർമാരും പ്രവർത്തകരടക്കം ഇവിടേക്ക് എത്തുകയും വലിയ രീതിയിൽ പ്രതിഷേധം സംഘടിപ്പിക്കുകയും ചെയ്തത്. കൗൺസിലർമാരടക്കം ഇപ്പോൾ ഇതിനകത്തേക്ക് കയറിയിരിക്കുന്നു. വീണ്ടും കൗൺസിലർമാർ ഉൾപ്പെടെയുള്ളവർ ബി.ജെ.പി. പ്രവർത്തകർ അടക്കമുള്ളവർ നഗരസഭയ്ക്ക് അകത്തേക്ക് കടന്നിരിക്കുന്നു. ഇവരെ പോലീസ് തടയുന്ന ഒരു സാഹചര്യം, അവരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാൻ കഴിയും. പോലീസുമായി പ്രവർത്തകർ എന്തും തള്ളും നടത്തുകയാണ്. പോലീസുകാരെ തള്ളിമാറ്റുന്ന ഒരു കാഴ്ചയാണ് നിലവിൽ ഇവിടെ ഇപ്പോൾ കാണാൻ കഴിയുന്നത്. എന്തായാലും വലിയ പ്രതിഷേധം ആമയിഞ്ചാൻ തോട്ടിൽ ജോയി മരണപ്പെട്ടതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഉയർന്നു വന്നിരുന്നു. മേയർ രാജിവെക്കുക, നഗരസഭയുടെ ഇടതുപക്ഷ ഭരണം പിരിച്ചുവിടുക എന്നുള്ളതാണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്നത്. ജോയിയുടെ മരണത്തിന് കാരണം മേയറാണ്. കൃത്യമായി തന്നെ ഈ തോട്ടിലെ മാലിന്യം നീക്കം ചെയ്യേണ്ടത് നഗരസഭയാണ്, റെയിൽവേ അല്ല. പക്ഷേ CPM-ഉം അതുപോലെ തന്നെ കൗൺസിലർമാരും CPM-ന്റെ കൗൺസിലർമാരും മേയറടക്കം റെയിൽവേയുടെ തലയിൽ കെട്ടിവെക്കുവാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. ഇതൊരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല. മേയർ തന്നെയാണ് രാജിവെക്കേണ്ടത്. CPM-ന്റെ കരാറുകാരനാണ് ഈ ജോയിയുടെ മരണത്തിന് കാരണം. CPM-ന്റെ സംഘടനയിലുള്ള ആളാണ് ബിജു എന്ന കരാറുകാരൻ.